റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് പണിഷ്മെൻറ്റ് എന്നുള്ള ടോപ്പിക്ക് കേട്ടിട്ട് HSA സെറ്റ് എക്സാമുകൾക്ക് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ബലപ്പെടുത്തൽ, അതായത് ഒരു പെരുമാറ്റം അല്ലെങ്കിൽ പ്രവൃത്തി വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതായത് റീഇൻഫോഴ്സ്മെൻറ്റ് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, റീഇൻഫോഴ്സ്മെൻറ്റ് എപ്പോഴും ബിഹേവിയറിനെ സ്ട്രെങ്തൻ ആണ് ചെയ്യുന്നത്. ഇനി പണിഷ്മെൻറ്റ്, ശിക്ഷ, ഒരു മോശം പെരുമാറ്റം അല്ലെങ്കിൽ പ്രവൃത്തി ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ പ്രവൃത്തി നിർത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, അതുവഴി എന്ത് ചെയ്യും, ആ ബിഹേവിയറിനെ വീക്കൻ ചെയ്യുവാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളത് കൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒന്ന് പുതിയതായിട്ട് നൽകുകയോ ആഡ് ചെയ്യുകയോ വഴിയാണ് ബിഹേവിയർ കൺട്രോൾ ചെയ്യുന്നത്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നിലവിലുള്ള എന്തെങ്കിലും ഒന്ന് ഒഴിവാക്കുകയോ മാറ്റുകയോ ചെയ്യുന്നത് വഴിയാണ്, സബ്സ്ട്രാക്ട് ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ ചെയ്യുന്നത് വഴിയാണ് ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ആഡ് ചെയ്യുന്നതാണെങ്കിൽ പോസിറ്റീവ്, എന്തെങ്കിലും റിമൂവ് ചെയ്യുന്നതാണെങ്കിൽ നെഗറ്റീവ്. ഇനി പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഒരു നല്ല പെരുമാറ്റം ആവർത്തിച്ചുണ്ടാകാൻ വേണ്ടി അതിന് പകരമായി സന്തോഷം നൽകുന്ന ഒരു സമ്മാനമോ അംഗീകാരമോ നൽകുന്ന രീതിയാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. അതായത് ഒരു കുട്ടി പരീക്ഷയ്ക്ക് 100-ൽ 100 മാർക്ക് മേടിക്കുന്നു. അന്നേരം കുട്ടിയുടെ ടീച്ചർ എന്ത് ചെയ്യുന്നു, ആ പരീക്ഷാ പേപ്പറിൽ വെരി ഗുഡും സ്റ്റാറും ഒക്കെ ഇട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവനൊരു ചോക്ലേറ്റ് കൊടുക്കുന്നു. അതുവഴി അവന് വീണ്ടും വീണ്ടും 100 മാർക്ക് മേടിക്കാനുള്ള ഒരു ത്വര അവനിൽ ഉണർത്താനായിട്ട് പറ്റും. ഇനി നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് വെച്ചാൽ ഒരു നല്ല പെരുമാറ്റം ആവർത്തിച്ചുണ്ടാകാൻ വേണ്ടി വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം അല്ലെങ്കിൽ സാഹചര്യം അവിടെ നിന്നും ഒഴിവാക്കി കൊടുക്കുന്ന രീതിയാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. റിമൂവലാണെന്ന് പറഞ്ഞല്ലോ. നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനത്തെ റിമൂവ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സീറ്റ് ബെൽറ്റ് ഇടാത്തപ്പോൾ കാറിൽ ഉണ്ടാകുന്ന അലോസരപ്പെടുത്തുന്ന ബീപ്പ് ശബ്ദം, കാർ ഓടിക്കുന്നയാൾ സീറ്റ് ബെൽറ്റ് ഇടുന്നതോടെ ആ ശബ്ദം നിൽക്കുന്നു. അതായത് ഇവിടെ ബീപ്പ് ശബ്ദത്തിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ബീപ്പ് ശബ്ദം ഉണ്ടാകുന്ന എപ്പോഴാണ്, സീറ്റ് ബെൽറ്റ് ഇടാത്തപ്പോഴാണ്. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടാൽ ബീപ്പ് ശബ്ദം ഉണ്ടാകത്തില്ല. മനസ്സിലായി? അപ്പോൾ ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു നമുക്കിഷ്ടമല്ലാത്ത നമ്മളെ അലോസരപ്പെടുത്തുന്ന ഒരു കാര്യം ഒഴിവാക്കി കൊടുക്കുന്നു. ഇനി അടുത്തൊരു കേസ് വരുന്നത് പണിഷ്മെൻ്റ് ആണ്. പണിഷ്മെൻറ്റിൽ പോസിറ്റീവ് പണിഷ്മെൻറ്റ്, ഒരു മോശം പെരുമാറ്റം ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി കുറ്റക്കാരനായ വ്യക്തിയെ അപ്രിയമായ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം പുതുതായി നൽകുന്ന രീതിയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി ക്ലാസ്സിൽ ബഹളം ഉണ്ടാക്കുന്നു. അപ്പോൾ ആ ബഹളം ഉണ്ടാക്കുമ്പോഴത്തേക്ക് അവന് പണിഷ്മെൻ്റ് എന്നുള്ള നിലയിൽ അന്ന് പഠിപ്പിച്ച പാഠഭാഗം 5 വട്ടം എഴുതിക്കൊണ്ട് വരാൻ കൊടുക്കുന്നു. അതെന്താണ്? അത് പോസിറ്റീവ് പണിഷ്മെൻ്റ് ആണ്. മനസ്സിലായോ? ഇപ്പോൾ ക്ലാസ്സിൽ കിടന്ന് ബഹളം വയ്ക്കുന്ന വ്യക്തിക്ക് അന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ 5 വട്ടം ഇമ്പോസിഷൻ എഴുതിക്കൊണ്ട് വരാനായിട്ട് കൊടുക്കുന്നത് എന്തിന് ഉദാഹരണമാണ്? പോസിറ്റീവ് പണിഷ്മെൻറ്റിന് ഉദാഹരണമാണ്. അപ്പോൾ പോസിറ്റീവ് പണിഷ്മെൻറ്റ് വഴി, പണിഷ്മെൻറ്റ് ഏതോ ആയിക്കോട്ടെ, പോസിറ്റീവോ നെഗറ്റീവോ ആയിക്കോട്ടെ, അവിടെ എന്താണ് സംഭവിക്കുന്നത്? ബിഹേവിയർ വീക്കൻ ചെയ്യുവാണ് ചെയ്യുന്നത്. റീഇൻഫോഴ്സ്മെൻറ്റ് എന്തോ ആയിക്കോട്ടെ, പോസിറ്റീവോ നെഗറ്റീവോ ആയിക്കോട്ടെ, അവിടെ എന്താണ്? ബിഹേവിയർ സ്ട്രെങ്തൻ ചെയ്യുവാണ് ചെയ്യുന്നത്. ഇനി നെഗറ്റീവ് പണിഷ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു മോശം പെരുമാറ്റം ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ആ വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അവകാശം അവരിൽ നിന്നും പിടിച്ചെടുക്കുന്ന രീതിയാണ്. അതായത് നെഗറ്റീവ് എന്ന് പറയുമ്പോഴേ റിമൂവ് ചെയ്യുകയാണ്, അല്ലേ? നെഗറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും റിമൂവ് ചെയ്യുകയാണ്. അതായത് കുട്ടി അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് അമ്മ കുട്ടിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ തിരിച്ചു വാങ്ങുന്നു. അപ്പോൾ കുട്ടി അനുസരണക്കേട് കാണിക്കുന്നത് വഴി എന്താണ്? മൊബൈൽ ഫോൺ തിരിച്ചു വാങ്ങുന്നു. അപ്പോൾ അതുവഴി കുട്ടി മനസ്സിലാവും ഇനി അനുസരണക്കേട് കാണിച്ചാൽ മൊബൈൽ ഫോൺ തിരിച്ചു വാങ്ങുമെന്ന്. അപ്പോൾ ആ ഒരു പെരുമാറ്റം, അനുസരണക്കേട് കാണിക്കുന്നു, ആ ഒരു ബിഹേവിയർ ഉണ്ടാവാതിരിക്കും. സോ ഇതാണ് നെഗറ്റീവ് പണിഷ്മെൻറ്റിന് എക്സാമ്പിൾ. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റും പണിഷ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നമുക്ക് കൺഫ്യൂഷൻ വരുന്നതാണ്, തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ നെഗറ്റീവ് ആകുമ്പോൾ വീക്കൻ, പോസിറ്റീവ് ആകുമ്പോൾ സ്ട്രെങ്തൻ, അങ്ങനെയല്ല. റീഇൻഫോഴ്സ്മെൻറ്റ് എന്തായാലും പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും സ്ട്രെങ്തൻ ചെയ്യും. പണിഷ്മെൻറ്റ് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ആ ബിഹേവിയറിനെ വീക്കൻ ചെയ്യുകയാണ് ചെയ്യുന്നത്.